ഹലോ ഗൈസ്, അപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ ബർത്ത്ഡേ ആയിട്ട് ചെറുതായിട്ടൊന്ന് കറങ്ങാൻ പ്ലാൻ ചെയ്തിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോഴാണ് ഞങ്ങളോട് ആരുഷൂട്ടിന് വരുന്നത് പറഞ്ഞത്. എങ്ങോട്ടാണ് പോകണതെന്ന് യാതൊരു പിടിയില്ലെങ്കിലും നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ എങ്ങോട്ട് വരാനാണെങ്കിലും ആരുഷൂട്ടൻ റെഡിയാണ്. എല്ലായിടത്തും യാത്രയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ കാറിൽ കയറി. പിന്നെ പറയണ്ടായിരുന്നു, ഒടുക്കത്തെ വെയിലായിരുന്നു. ആവേശം കാരണം ആരുഷൂട്ടൻ നേരത്തെ ഫ്രണ്ട് സീറ്റ് അങ്ങ് പിടിച്ചു കേട്ടോ. പിന്നെ ഒരു പാട്ടൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ നേരെ അങ്ങ് കൊല്ലത്തേക്ക് വിട്ടു. പിന്നെ അച്ഛനും അമ്മയും അനിയത്തിയും കൂടെ കൊല്ലത്തേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം കല്യാണവും കൂടെ വരികയല്ലേ. അപ്പോൾ കുറച്ച് പർച്ചേസിങ്ങിനായിട്ട് നമ്മൾ ആർക്കേയിലോട്ടാണ് കേട്ടോ പോയത്. 1-2 വട്ടം പർച്ചേസിങ്ങിനായിട്ട് ആർക്കേയിൽ വന്നിട്ടുണ്ടെങ്കിലും വെഡ്ഡിങ് സെക്ഷനിലേക്ക് ഇതുവരെ പോയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ വെഡ്ഡിങ്ങിൻ്റെയൊക്കെ നല്ല കളക്ഷൻ ഉണ്ടോയെന്നൊന്നും അറിയില്ല. എന്തായാലും പോയി നോക്കാമെന്ന് പറഞ്ഞ് തന്നെയാണ് വന്നത്. 1-2 കടകൾ ഇങ്ങനെ മാറി മാറി കയറിയിട്ടുണ്ടെങ്കിലും നമുക്കിതുവരെയും കല്യാണ സാരി ഒന്നും പർച്ചേസ് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. പിന്നെ കല്യാണ സാരി പർച്ചേസ് ചെയ്യാമെന്ന് പറഞ്ഞാൽ അതൊരു 1-1.5 ടാസ്ക് തന്നെയാണ്. പിന്നെ എവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞാലും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു മോഡൽ കിട്ടണം. പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന കളറും വേണം. പിന്നെ ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കണം. പിന്നെ ഞങ്ങൾ ചെന്നപ്പോഴത്തേന് തന്നെ അക്കു 2-3 സാരി എടുത്തിട്ട് ട്രയൽ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു കളറിൻ്റെ ഇത്രയധികം വേരിയൻസ് കാണണമെങ്കിൽ അത് തുണിക്കടയിൽ തന്നെ ചെല്ലണം കേട്ടോ. പിന്നെ അപ്കമിങ് ബ്രൈഡ്സിനോട് ഒരു കാര്യം പറയാനുള്ളൂ, നിങ്ങൾ കടയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ഏത് കളറാണ് വേണ്ടതെന്നുള്ളത് ഫിക്സ് ചെയ്തിട്ട് മാത്രം ചെല്ലുക. ഞങ്ങൾ കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കളർ ഫിക്സ് ചെയ്തിട്ട് തന്നെയാണ് പോയത്. എന്നിട്ട് പോലും അവിടെ ചെന്നിട്ട് ഇത്രയധികം കൺഫ്യൂഷൻ ആവുന്നുണ്ട്. പിന്നെ അതിനിടയ്ക്കൂടെ ഞാൻ പിന്നെ ബാക്കി സാരി സെക്ഷനിലേക്കൊന്ന് പോയി നോക്കി. എനിക്ക് കൂട്ടിന് ആരുഷൂട്ടനും വന്നിട്ടുണ്ടായിരുന്നു. അവിടെ ഇപ്പോൾ ഒരു 30% ഓഫർ നടക്കുന്നുണ്ടായിരുന്നു. ആ സെക്ഷനിലോട്ടാണ് ആദ്യം പോയത്. പക്ഷെ ഞാൻ ഉദ്ദേശിച്ച ടൈപ്പ് സാരികളൊന്നും കിട്ടിയില്ല. എന്തായാലും നമ്മൾ വിട്ടുകളയാൻ പാടില്ലല്ലോ. ബാക്കിയെല്ലാം വെറുതെ ഒന്ന് നോക്കി. പിന്നെ വെഡ്ഡിങ് പർച്ചേസിന് ചെല്ലുമ്പോഴത്തേന് ഇങ്ങനൊരു ഗുണമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വന്ന് വല്ല കൂൾ ഡ്രിങ്ക്സാ അല്ലെങ്കിൽ വല്ല കോഫിയൊക്കെ നമുക്ക് കൊണ്ട് തരാറുണ്ട്. ആരുഷൂട്ടന് കോഫിയൊന്നും വേണ്ടാത്തതുകൊണ്ട് അവർ പിന്നെ ജ്യൂസും കൊണ്ട് കൊടുത്തു കേട്ടോ. അത് കഴിച്ചപ്പോഴത്തേക്കും അവൻ ഹാപ്പിയായി. ഫൈനൽ ഡിസിഷന് വേണ്ടിയിട്ട് കുറേ സാരികൾ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചു കേട്ടോ. കാരണം ഒരു കല്യാണം ആകുമ്പോഴത്തേനും ഒരുപാട് പേർക്ക് നമ്മൾ ഡ്രസ്സ് എടുക്കണമല്ലോ, പ്രത്യേകിച്ച് നമ്മളെ കുടുംബക്കാർക്ക്. അങ്ങനെ കുറച്ച് സാരിയും കൂടി ഇവിടെ എടുക്കാനായിട്ട് എല്ലാം സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 25%, 30% എല്ലാം ഓഫറായിട്ട് കിടക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഈ കല്യാണത്തിന് ഡ്രസ്സ് എടുക്കൽ തന്നെ ഒരു ഭയങ്കര ചടങ്ങാണ്. തലേന്ന് വരെ നമ്മൾ ഡ്രസ്സ് എടുത്ത് കഴിയില്ല. അതിനിടയ്ക്കൂടെ ഞാൻ പാർട്ടി വെയർ സാരി സെക്ഷനിലേക്ക് പോയി. അത്യാവശ്യം നല്ല ഹെവി വർക്കായിട്ടുള്ള മെറ്റീരിയൽസാണ്. കാണാനൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിയുണ്ടായിരുന്നു. അത്യാവശ്യം റിസപ്ഷനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല നല്ല മെറ്റീരിയൽസ് ഒരുപാടുണ്ടായിരുന്നു. ഇതിൻ്റെ തന്നെ ഒരുപാട് കളർ വേരിയൻസും ഉണ്ടായിരുന്നു. പിന്നെ അത്യാവശ്യം നല്ല വിലയും ഉണ്ട് കേട്ടോ. പിന്നെ വെറുതെ പോയി അവിടുത്തെ ലെഹങ്ക സെക്ഷനിലെ കളക്ഷൻസൊക്കെ ഒന്ന് നോക്കാൻ പോയി. ഇതെല്ലാം മുസ്ലിം ബ്രൈഡ്സിനൊക്കെ പറ്റുന്ന ലെഹങ്കാസാന്ന് തോന്നുന്നു. കാരണം അത്യാവശ്യം നല്ല ഹെവി വർക്കാണ്. പിന്നെ ഹിന്ദു ബ്രൈഡ്സ് നമ്മൾ റിസപ്ഷൻ ആണെങ്കിൽ പോലും ഇത്തരത്തിലുള്ള ലെഹങ്കാസ് ഉപയോഗിക്കുന്നത് നമ്മൾ അധികം അങ്ങനെ കണ്ടിട്ടില്ലല്ലോ. അക്കുനുവിന് ഓൾറെഡി എൻഗേജ്മെൻറ്റിന് ലെഹങ്ക ആയതുകൊണ്ട് തന്നെ റിസപ്ഷൻ എല്ലാം ഒന്ന് മാറ്റി പിടിക്കണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ലെഹങ്ക സെക്ഷനിലോട്ട് നമ്മൾ പിന്നെ അധികം കൊണ്ട് നോക്കാൻ പോയില്ല. എല്ലാ സെക്ഷനിലും ഇങ്ങനെ കയറി ഇറങ്ങി നോക്കി നടന്നിട്ട് നല്ല വിശപ്പ് വരാൻ സമയം. കാരണം ഇപ്പം തന്നെ ഓൾറെഡി 2 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയും പർച്ചേസ് ചെയ്യാനുണ്ടായതുകൊണ്ട് തന്നെ സെലക്ട് ചെയ്ത സാധനങ്ങളെല്ലാം അവിടെ റിസപ്ഷനിൽ കൊടുത്തിട്ട് ഞങ്ങൾ പുറത്തേക്ക് പോയി കേട്ടോ. അതിനിടയ്ക്കൂടെ ആരുഷൂട്ട് അവൻ്റെ വാച്ചിന് ലൈറ്റ് കത്തുന്നത് കാണിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവൻ്റെ പുതിയ വാച്ചിൽ 2 കളർ ലൈറ്റ് കത്തുമെന്ന് പറഞ്ഞിട്ട് അവിടെ കിടന്ന് ഭയങ്കര ബഹളമായിരുന്നു. ബ്രൈഡൽ സെക്ഷനിൽ നിന്ന് ഇറങ്ങി താഴെ വന്നപ്പോഴത്തേനാണ് ബെഡ്ഷീറ്റെല്ലാം ഓഫറിന് ഇട്ടേക്കുന്നത് കണ്ടത്. അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രീമിയം ക്വാളിറ്റി ബെഡ് കവറെല്ലാം 399, 599 ഒക്കെ ഇട്ടേപ്പുണ്ടായിരുന്നു. പിന്നെ എല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴത്തേനാണ് താഴെ ഈ പ്രതിമയെ കണ്ടത്. അപ്പോൾ ഈ മോഡലിനെയും കൂടെ പിടിച്ച് നടുക്ക് നിർത്തിയിട്ട് 2-3 ഫോട്ടോയൊക്കെ എടുത്തു. ഇവിടെ നിന്ന് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വന്നു. കാരണം കാറൊക്കെ അവർ തന്നെയാണ് കൊണ്ടുപോയി പാർക്ക് ചെയ്യുന്നത്. പിന്നെ കാർ എടുത്തുകൊണ്ട് വന്നിട്ട് നേരെ വിട്ടത് റാഹത്തിലേക്കാണ് കേട്ടോ. ഇവിടെ നല്ല 1-ാം തരം മന്തി കിട്ടും. കാരണം ഇതിന് മുമ്പ് ഒരു പ്രാവശ്യം ഞാനും ചേട്ടനും വന്ന് കഴിച്ചിട്ടുണ്ട്. എല്ലാവരും നല്ല വിശന്ന് കുഴഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ എന്തെങ്കിലും കിട്ടിയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ നിൽക്കുന്നത്. അച്ഛന് പൊതുവെ ഉച്ചയ്ക്ക് ഊണ് തന്നെ വേണമെന്ന് നിർബന്ധമുള്ളതാണ്. പിന്നെ ഈ സമയത്ത് ഊണ് എവിടെയും കിട്ടാൻ ചാൻസ് ഇല്ല. അതുകൊണ്ടാണ് ഇവിടെ വന്നിരുന്ന് ഞങ്ങളവിടെ കഷ്ടപ്പെട്ടിരുന്ന് കഴിക്കാൻ വന്നത്. ഇവിടുത്തെ ഏറ്റവും നല്ലൊരു മെയിൻ ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂഫി മന്തി, അൽഫാം മന്തിയാണ്. ഇതിന് മുമ്പ് ഒരു പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോഴത്തേന് സൂഫി മന്തിയായിരുന്നു ഓർഡർ ചെയ്തത്. അതുതന്നെ അത്ര സ്പൈസി ഒന്നും അല്ലാതെ നല്ല ഫ്ലേവേർഡ് ആയിട്ടുള്ളൊരു മന്തിയാണ് കേട്ടോ. ഇപ്രാവശ്യം ഒന്ന് മാറ്റി പിടിക്കാമെന്ന് പറഞ്ഞിട്ട് 2 ബീഫ് റിബ്സ് ബിരിയാണിയും പിന്നെ നമ്മൾ ഒരു ഡ്രാഗൺ മന്തിയാണ് കേട്ടോ പറഞ്ഞത്. ഫുഡിൻ്റെ മുമ്പിലോട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേറൊന്നും നോക്കത്തില്ല. അതും കിടിലം വിശപ്പ്. ആ ബീഫിൻ്റെ റിബ്സ് ഒന്ന് 2 ആക്കാൻ പറ്റുന്ന പാടാണ് കേട്ടോ അത്. അമ്മയും അച്ഛനും ആരുഷൂട്ടനും എല്ലാവരും ബിരിയാണിയാണ് കഴിച്ചത്. അവർക്ക് ബിരിയാണി മതി എന്ന് പറഞ്ഞു. അത്യാവശ്യം കുറച്ച് സ്പൈസി ഫുഡൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു കിടിലം ഓപ്ഷൻ തന്നെ കേട്ടോ ഇവിടുത്തെ ഡ്രാഗൺ മന്തി. സൂഫി മന്തിയെ കഴിഞ്ഞ് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഡ്രാഗൺ മന്തി തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഫുഡ് എൻ്റെ ബർത്ത്ഡേ ട്രീറ്റ് കൂടിയായിരുന്നു കേട്ടോ. അവിടുന്ന് പിന്നെ നേരെ വിട്ടത് കല്യാണിലോട്ടാണ്. അവിടെയും കുറച്ച് സാരി കളക്ഷനൊക്കെ നോക്കണമെന്നുണ്ടായിരുന്നു. അങ്ങനെ നേരെ കല്യാണിലേക്ക് വിട്ടു. ഒരുവിധപ്പെട്ട എല്ലാ കടകളിലെയും കളക്ഷൻസ് നമ്മൾ പോയി നോക്കുന്നുണ്ട്. അത് വേറൊന്നും കൊണ്ടല്ല, അവിടെയും കൂടെ കയറി അവിടുത്തെ കളക്ഷനും കൂടെ നോക്കേണ്ടതായിരുന്നു. പിന്നീട് നമുക്ക് തോന്നാൻ പാടില്ലല്ലോ. ഇവിടെ പിന്നെ പ്രത്യേകിച്ച് ഓഫറുകളും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ ബ്രൈഡൽ സാരി സെക്ഷനകത്ത് ആർക്കേക്കാൾ കുറച്ചുകൂടെ കളക്ഷൻ ഉള്ളത് കല്യാണിലാണെന്ന് എനിക്ക് തോന്നിയായിരുന്നു.
സത്യം പറഞ്ഞ ഇതിൽ കറക്റ്റ് പോസ്റ്റ് ആയത് അച്ഛനും ചേട്ടനും ആരുഷൂട്ടനുമാണ് കേട്ടോ. അവർ പിന്നെ മാക്സിമം നമ്മളോട് അഡ്ജസ്റ്റ് ചെയ്ത് നിന്നിട്ടുണ്ട്. ആരുഷൂട്ടനും പിന്നെ വീട്ടിലൊന്നും ഇല്ലാത്ത അത്രയും കുരുത്തക്കേടായിരുന്നു ഈ ഷോപ്പിൽ വന്നപ്പോഴത്തേന്. അവിടെ നിന്ന് ഒളിച്ച് കളിക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ എല്ലാം ഓടി നടക്കുന്നുണ്ടായിരുന്നു. ഒരു സമയം പോലും അടങ്ങിയിരുന്നിട്ടില്ലായിരുന്നു. ഇവിടെ വന്നിട്ട് സെയിം അവസ്ഥ തന്നെയായിരുന്നു കേട്ടോ. സെയിം കളറുള്ളതും പിന്നെ പല പല ഡിസൈൻസ് ഉള്ളതുമായിട്ടുള്ള ഒരുപാട് സാരികൾ നമ്മൾ എടുത്ത് നോക്കുകയും ചെയ്തായിരുന്നു, ട്രയൽ ചെയ്ത് നോക്കുകയും ചെയ്തായിരുന്നു. അതിൽ 1-2 നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ റേറ്റ് കുറച്ച് ജാസ്തിയായിരുന്നു. അത്യാവശ്യം ഒരു ബ്രൈഡൽ സാരിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ 5,000 മുകളിലോട്ടായിരുന്നു. പിന്നെ ഒരേ ഒരു കല്യാണമല്ലേ ഉള്ളൂ. അപ്പം നമുക്ക് ഇഷ്ടപ്പെടുന്ന സാരി കിട്ടുന്നവരെ എത്ര കടയിൽ കയറിയാലും ഒരു കുഴപ്പമില്ല. ഈ കളറുകളൊന്നും നമ്മൾ ഈ കടയിൽ കാണുന്ന കണക്കല്ല കേട്ടോ. ഒരു നോർമൽ ലൈറ്റിലേക്ക് വരുമ്പോഴത്തേന് കളറിന് ഡിഫറൻസ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളാണെങ്കിലും സാരി സെലക്ട് ചെയ്യുമ്പോഴത്തേന് ആ നോർമൽ ലൈറ്റിൽ വെക്കുമ്പോഴത്തേന് നമ്മൾ ഉദ്ദേശിച്ച കളർ തന്നെയാണോ കിട്ടിയതെന്നൊന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഒരുപാട് നേരത്തെ തിരച്ചിലിന് ശേഷം കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഇവിടെ നിന്ന് ഇറങ്ങാൻ നേരത്ത് തന്നെ അച്ഛനെയും ചേട്ടനെയും ആരുഷൂട്ടിനെയും വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു കേട്ടോ. വേറൊന്നും കൊണ്ടല്ല, അവരെത്ര നേരം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോസ്റ്റ് ആയിട്ടിരിക്കുന്നത്. പിന്നെ നമുക്ക് പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമായതുകൊണ്ട് നമുക്കൊരു സമയം പോകുന്നത് നമുക്കറിയില്ല. ആരുഷൂട്ട് എന്തായാലും ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അവിടെ നിന്ന് തന്നെ നമ്മൾ നേരെ വിട്ടത് സ്റ്റുഡിയോയിലേക്കാണ് കേട്ടോ. അവിടെ കുറച്ച് ഡ്രസ് കളക്ഷൻസൊക്കെ വന്നു ഇങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നോക്കാൻ വേണ്ടിയാണ് പോയത്. എപ്പോഴും സ്റ്റുഡിയോ വരുമ്പോഴത്തേന് ഒരു മന്തിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ വരാൻ നോക്കണം. അല്ലെങ്കിൽ പിന്നിൽ പൂരം കഴിഞ്ഞ് ഉത്സവപ്പറമ്പ് പോലെ ആയിരിക്കും. ഒന്നും നമുക്ക് കിട്ടണമെന്നില്ല. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ മെയിനായിട്ട് ഞാൻ വന്ന് കയറുന്ന സ്ഥലമാണ് ഈ ലിപ്സ്റ്റിക്കിൻ്റെ സെക്ഷൻ. പുതിയ എന്തെങ്കിലും ഷെയ്ഡുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അതെല്ലാം ഒന്ന് ട്രയൽ ചെയ്ത് നോക്കണം. പിന്നെ ഒരു പുതിയ ലിപ് ഗ്ലോസും കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റുഡിയോയിലെ ലിപ്സ്റ്റിക്ക് നമ്മൾ അങ്ങനെ ആർക്കും പ്രിഫർ ചെയ്യാറില്ല. കാരണം ഒട്ടും ലാസ്റ്റ് ചെയ്യാത്തൊരു ഐറ്റമാണത്. ഫുഡ് വെയർസിൻ്റെയൊക്കെ അത്യാവശ്യം നല്ല കളക്ഷൻസ് തന്നെ ഉണ്ടായിരുന്നു. ഞാൻ മെയിനായിട്ടും ചെല്ലുന്നത് ഈ സ്റ്റുഡിയോയിൽ ചെരുപ്പുകൾ നോക്കാനായിരിക്കും. ഏറ്റവും കൂടുതൽ ഞാൻ അവിടെ നിന്ന് വാങ്ങിക്കുന്നത് ചെരുപ്പുകൾ തന്നെ ആയിരിക്കും. പിന്നെ സ്റ്റഡ്സിൻ്റെ ഹാങ്ങിങ്സിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. പുതിയ പുതിയ മോഡലുകളും ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്ന് കയറിയതിൻ്റെ മെയിൻ ഉദ്ദേശം ഇതൊന്നും അല്ലായിരുന്നു കേട്ടോ. അക്കുനൊരു ജീൻസും ടോപ്പും എടുക്കാനാണ് വന്നത്. ഇവിടുത്തെ എല്ലാത്തിൻ്റെയും കളക്ഷൻ കണ്ടപ്പോഴത്തേന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ജീൻസും ടോപ്പും എടുക്കുന്ന കാര്യം തന്നെ മറന്നു പോയിട്ടുണ്ടായിരുന്നു. ബാക്കി എല്ലാം നോക്കിക്കഴിഞ്ഞാൽ അവസാനമാണ് ആലോചിച്ചത് ജീൻസും ടോപ്പും എടുക്കാനാണല്ലോ വന്നതെന്ന്. പിന്നെ ഡെയിലി വെയർ കുർത്തീസിൻ്റെ നല്ലൊരു കളക്ഷൻ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് കളർ വേരിയൻസ്, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. സ്റ്റുഡിയോയിൽ നിന്നൊരു ജീൻസും ടോപ്പും മാത്രം എടുത്താൽ മതി എന്ന് പറഞ്ഞ് വന്ന ആളാണ് ഈ ടോപ്പ് നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. എല്ലാ പർച്ചേസും കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ബില്ലും അടിച്ചിട്ട് നേരെ അവിടെ നിന്ന് പോയത് ഫലൂഡ നേഷനിലേക്കാണ്. ഇവിടെ പിന്നെ നോർമലി നമ്മളങ്ങനെ വരാറുള്ളതല്ല. പിന്നെ ഇന്നിപ്പം വന്നതിന് ഒരു പ്രത്യേക ഉദ്ദേശം കൂടിയുണ്ട്. അത് വേറൊന്നുമല്ല, ഇന്നെൻ്റെ ബർത്ത്ഡേ ദിവസം കൂടെ അല്ലേ. അപ്പം ഇന്നത്തെ ദിവസം ഫലൂഡ നേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങൾക്കും 50% ഓഫറുണ്ട്. അവിടെ ചെന്ന് ഓർഡർ എടുത്തു കഴിഞ്ഞിട്ടാണ് കയ്യിൽ വല്ല പ്രൂഫും ഉണ്ടോ എന്ന് നോക്കിയത്. നമ്മുടെ കയ്യിലുള്ള ഡേറ്റ് ഓഫ് ബർത്ത് കാണിക്കുന്ന ഏതെങ്കിലും ഒരു പ്രൂഫ് മതി കേട്ടോ. അവിടെ ചെന്നിട്ട് ഒരു ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ഒരു ഐറ്റം ഓർഡർ ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എൻ്റെ പേര് ഞാൻ മറന്നുപോയി. അത്യാവശ്യം ചോക്ലേറ്റ് ലവേഴ്സിനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഓക്കെ പ്രൊഡക്റ്റാണ് കേട്ടോ അത്. നെക്സ്റ്റ് നമ്മൾ ഓർഡർ ചെയ്തത് ഒരു ഫ്രൂട്ട് മിക്സ് ആയിട്ടുള്ള ഒരു ഫലൂദയാണ്. ഇത് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. ഒരാൾക്ക് ഒറ്റയ്ക്ക് ഇരുന്നത് എന്തായാലും കഴിച്ചു തീർക്കാൻ പറ്റില്ല. അതുമാത്രമല്ല, നമ്മൾ ഓൾറെഡി ഫുഡ് കഴിച്ചിട്ട് നമ്മൾ വയറ് നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഒരുപാട് ഐറ്റം ഒന്നും ഓർഡർ ചെയ്തില്ല. ഈ 2 ഐറ്റം മാത്രമേ ഓർഡർ ചെയ്ത 2 ഐറ്റം സൂപ്പറായിരുന്നു. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ബർത്ത്ഡേ ഇനി വരും മാസങ്ങളിലുണ്ടെങ്കിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് തെളിക്കുന്ന ഏതെങ്കിലും ഒരു പ്രൂഫുമായിട്ട് നേരെ ഫലൂഡ നേഷനിലേക്ക് വിട്ടോട്ടോ. പിന്നെ ഫ്രണ്ട്സിനൊക്കെ ട്രീറ്റ് ചെയ്യണമെങ്കിൽ നേരെ ഇങ്ങോട്ട് വന്നാൽ മതി. ബില്ലിൻ്റെ പകുതി എമൗണ്ട് അടച്ചാൽ മതിയല്ലോ. എല്ലാ പർച്ചേസും കഴിഞ്ഞിട്ട് കറങ്ങി തിരിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴത്തേന് ഏകദേശം ഒരു 10 മണിയാവാറായിരുന്നു കേട്ടോ. ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേനെ ബർത്ത്ഡേ ചിലവല്ല ഇനി കൊണ്ടുവന്നേക്കണമെന്ന് പറഞ്ഞിട്ടാണ് അച്ഛൻ എന്നെ വിട്ടത് തന്നെ. അതുകൊണ്ടൊരു ഫ്രൈഡ് റൈസ് വാങ്ങിച്ചുകൊണ്ടാണ് വന്നത്. അപ്പോൾ നേരെ കൊണ്ടുവന്ന് അച്ഛൻ കൊണ്ടുവന്ന് കൊടുത്തു കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.